ഇപ്പോഴും നമ്മുടെ സ്കൂളിലെല്ലാം അങ്ങനെയല്ലേ പറയുന്നത്, രാഷ്ട്രീയം പാടില്ല. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു രാജ്യത്തെ സകല രാഷ്ട്രീയ അധികാരവും രാജാവിലായിരുന്നു ഇരുന്നത്. അയാളെ മാറ്റി തെരഞ്ഞെടുപ്പ് ചെയ്ത് നമ്മുടെ പ്രതിനിധികളെ വിടുന്ന സ്ഥലമായിട്ട് നമുക്ക് 1950 ഭരണഘടന അനുസരിച്ച് ചെയ്തില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും രാഷ്ട്രീയക്കാരായി മാറേണ്ടത്, കാരണം എല്ലാവർക്കും ഒരു വോട്ടുണ്ട്. തിരഞ്ഞെടുക്കാനായിട്ട് അറിയണ്ടേ? തിരഞ്ഞെടുക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഒരു രാജ്യത്തിനകത്ത് പൗരനാണെന്നുള്ള ബോധം വരണ്ടേ? ഈ സാധനം ഇല്ലാതെ 18ാമത്തെ വയസ്സിൽ എങ്ങനെ വോട്ട് കൊടുക്കും? വീട്ടിൽ നിന്ന് കിട്ടത്തില്ല, സ്കൂളിൽ നിന്ന് കിട്ടത്തില്ല, എവിടെ നിന്ന് കിട്ടും? പിന്നെ അത് ശരിയാണ്, ഇതാണ് അല്ലെങ്കിൽ. അപ്പം രാഷ്ട്രീയം പാടില്ലാത്ത സ്കൂളുണ്ടാക്കിയതും കോളേജ് ഉണ്ടാക്കിയതും ബ്രിട്ടീഷുകാരാണ്. അടുത്തത് ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ഞാൻ ഇവിടുന്ന് ജയിച്ച് വന്ന് ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ആൾക്കാരെ ഒരിക്കലും നാട്ടുകാരുമായി ബന്ധം ഉണ്ടാക്കാതിരിക്കാൻ അവർ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി. 2 വർഷം കഴിയുമ്പം എന്താണ് ജനറൽ ട്രാൻസ്ഫർ എന്നൊക്കെ പറയും. 2 അല്ലെങ്കിൽ 3 വർഷം ഇത് ഇങ്ങനെ ജനറൽ ട്രാൻസ്ഫർ. എന്തിനാണത്? നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ നാട്ടുകാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ സാർ. അപ്പോൾ മൈത്രേയൻ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അതേ സിസ്റ്റം ബ്രിട്ടീഷുകാരാണ് ഭരിച്ചോണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരാണ് ഈ ഭരിച്ചോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഭരിച്ചോണ്ടിരിക്കുന്നവരാണ്. ഫീസിന് പേടിയില്ലാതെ നഴ്സിംഗ് പഠിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ. മദർ തെരേസ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രിവാൻഡ്രം.